വിശുദ്ധ പൗലോസ് തെസലോനിക്കയിലെ സഭയ്ക്കെഴുതിയ 1-ാം ലേഖനം 5-ാം അധ്യായം. സഹോദരരെ, കാലങ്ങളെയും സമയങ്ങളെയും സംബന്ധിച്ച് നിങ്ങൾക്ക് ഞാൻ എഴുതേണ്ടതില്ല. കാരണം രാത്രിയിൽ കള്ളൻ എന്ന പോലെ കർത്താവിൻ്റെ ദിനം വരുമെന്ന് നിങ്ങൾക്ക് സൂക്ഷ്മമായി അറിയാം. ശാന്തം ഭദ്രം എന്ന് അവർ പറഞ്ഞുകൊണ്ടിരിക്കെ തന്നെ ഗർഭിണിക്ക് പ്രസവവേദന എന്ന പോലെ പെട്ടെന്ന് നാശം അവരുടെ മേൽ നിപതിക്കും. അവർ രക്ഷപ്പെടുകയുമില്ല. എന്നാൽ സഹോദരരെ, ആ ദിവസം കള്ളനെപ്പോലെ നിങ്ങളെ പിടികൂടാൻ നിങ്ങൾ അന്ധകാരത്തിലല്ല. നിങ്ങളെല്ലാവരും പ്രകാശത്തിൻ്റെ പുത്രരാണ്, പകലിൻ്റെയും. നമ്മൾ രാത്രിയുടെയോ അന്ധകാരത്തിൻ്റെയോ പുത്രരല്ല. അതിനാൽ മറ്റുള്ളവരെപ്പോലെ ഉറങ്ങിക്കഴിയാതെ നമുക്ക് ഉണർന്ന് സുബോധമുള്ളവരായിരിക്കാം. ഉറങ്ങുന്നവർ രാത്രിയിലാണ് ഉറങ്ങുന്നത്. മദ്യപിച്ച് ഉന്മത്തരാകുന്നവർ രാത്രിയിലാണ് ഉന്മത്തരാകുന്നത്. പകലിൻ്റെ പുത്രരായ നമുക്ക് വിശ്വാസത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും കവചവും രക്ഷയുടെ പ്രത്യാശയാകുന്ന പടത്തൊപ്പിയും ധരിച്ച് സുബോധമുള്ളവരായിരിക്കാം. എന്തെന്നാൽ ദൈവം നമ്മെ ക്രോധത്തിനു വേണ്ടിയല്ല, നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിലൂടെയുള്ള രക്ഷ പ്രാപിക്കലിനു വേണ്ടിയാണ് നിയോഗിച്ചത്. ഉറങ്ങുമ്പോഴും ഉണർന്നിരിക്കുമ്പോഴും നാം അവനോടൊന്നിച്ച് ജീവിക്കേണ്ടതിനാണ് അവൻ നമുക്ക് വേണ്ടി മരിച്ചത്. അതിനാൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തു വരുന്ന പോലെ തമ്മിൽ തമ്മിൽ ആശ്വസിപ്പിക്കുകയും പരസ്പരം പരിപോഷിപ്പിക്കുകയും ചെയ്യുവിൻ. സഹോദരരെ, നിങ്ങളോട് ഞങ്ങൾ ആവശ്യപ്പെടുന്നു, നിങ്ങളുടെ ഇടയിൽ അധ്വാനിക്കുകയും കർത്താവിൽ നിങ്ങളെ നയിക്കുകയും അനുശാസിക്കുകയും ചെയ്യുന്നവരെ നിങ്ങൾക്കറിയാം. അവരുടെ അധ്വാനം പരിഗണിച്ച് അത്യധികം സ്നേഹത്തോടെ അവരെ ബഹുമാനിക്കണം. നിങ്ങൾ സമാധാനത്തിൽ കഴിയുവിൻ. സഹോദരരെ, നിങ്ങളെ ഞങ്ങൾ ഉദ്ബോധിപ്പിക്കുന്നു. അലസരെ ശാസിക്കുവിൻ, ഭീരുക്കളെ ധൈര്യപ്പെടുത്തുവിൻ, ദുർബലരെ താങ്ങുവിൻ, എല്ലാവരോടും ക്ഷമയുള്ളവരാകുവിൻ. തിന്മയ്ക്ക് പകരം ആരും ആരോടും തിന്മ ചെയ്യാതിരിക്കാനും തമ്മിൽ തമ്മിലും എല്ലാവരോടും സദാ നന്മയിൽ തുടരാനും ശ്രദ്ധിക്കുവിൻ. എപ്പോഴും സന്തോഷിക്കുവിൻ, ഇടവിടാതെ പ്രാർത്ഥിക്കുവിൻ, എല്ലാറ്റിനും നന്ദി പ്രകാശിപ്പിക്കുവിൻ. ഇതാണ് ക്രിസ്തു യേശുവിൽ നിങ്ങളെ സംബന്ധിച്ചുള്ള ദൈവഹിതം. ആത്മാവിനെ നിങ്ങൾ കെടുത്തിക്കളയരുത്, പ്രവചനങ്ങൾ നിന്ദിക്കരുത്. എല്ലാം പരിശോധിച്ചു നോക്കുവിൻ, നല്ലവ മുറുകെ പിടിക്കുവിൻ, എല്ലാത്തരം തിന്മയിലും നിന്ന് അകന്നു നിൽക്കുവിൻ. സമാധാനത്തിൻ്റെ ദൈവം തന്നെ നിങ്ങളെ പൂർണ്ണമായി വിശുദ്ധീകരിക്കട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ പ്രത്യാഗമനത്തിൽ നിങ്ങളുടെ ആത്മാവും ജീവനും ശരീരവും മുഴുവൻ അവികലമായി സൂക്ഷിക്കപ്പെടട്ടെ. നിങ്ങളെ വിളിക്കുന്നവൻ വിശ്വസ്തനാണ്, അവിടുന്ന് അത് നിറവേറ്റും. സഹോദരരെ, ഞങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കുവിൻ. വിശുദ്ധ ചുംബനം കൊണ്ട് എല്ലാ സഹോദരരെയും അഭിവാദനം ചെയ്യുവിൻ. ഈ കത്ത് എല്ലാ സഹോദരരെയും വായിച്ചു കേൾപ്പിക്കാൻ കർത്താവിൻ്റെ നാമത്തിൽ നിങ്ങളെ ഞാൻ അനുശാസിക്കുന്നു. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ നിങ്ങളോടുകൂടെ.